Yes, welcome back to Arcanex. കഴിഞ്ഞ വർഷത്തെ +1 മോഡൽ എക്സാമിന്റെ വെയിറ്റേജ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. യെസ്, നമ്മൾ വെയിറ്റേജിലേക്ക് കടക്കാണ്. യെസ്, സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. എത്രയാണ്? ആദ്യത്തെ ചാപ്റ്റർ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ വർഷം വന്നിരുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ഏകദേശം 7 മാർക്ക് മാത്രമാണ് അതി. പക്ഷെ ക്ലാസിഫിക്കേഷൻ അതാണ് വെയിറ്റേജ് അറിഞ്ഞ് പഠിക്കണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല 11 മാർക്ക് ചോദിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ബോണ്ടിങ്ങിൽ നിന്നും തെർമോയിൽ നിന്നും 9 മാർക്സ് ആണ് വന്നത്. ഇക്വിലിബ്രിയത്തിൽ നിന്നും 10 മാർക്ക്. റിഡോക്സ് റിയാക്ഷൻ ഒരു 5 മാർക്കാണ്. ഒരുപാട് പഠിച്ചാൽ 5 മാർക്ക്. അതാണ് റിഡോക്സ് റിയാക്ഷന്റെ പ്രത്യേകത അല്ലേ? ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ടൈം അതിനു വേണ്ടിയിട്ട് കളയരുത്. അവസാന നിമിഷങ്ങളാണ് നമ്മളുടെ മുന്നിലുള്ളത്. സോ വളരെ കെയർഫുൾ ആയിട്ട് ടൈം യൂട്ടിലൈസ്. ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസും ഹൈഡ്രോ കാർബണും 2 ചാപ്റ്റർ പഠിച്ചാൽ പാസ്സാവാം. 20 മാർക്ക്, 10 20 മാർക്കാണ് അവസാനത്തെ 2 ചാപ്റ്ററിന്റെ വെയിറ്റേജ്. എനിക്ക് തോന്നുന്നു 3 ചാപ്റ്റർ വൃത്തിക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാം. വെയിറ്റേജ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറി വരാം. എന്നാൽ ഒരു രണ്ട് ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് A+ലേക്ക് എത്താം. കാരണം ടോട്ടൽ ഒരു 78 മാർക്കോളാണ് വന്നിരിക്കുന്നത്, ചോയ്സ് ഉൾപ്പെടെ. അതിൽ 60 മാർക്ക് മാത്രമാണ് ഫുൾ മാർക്കിന് വേണ്ടത്. സോ 2 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താൽ പോലും ഉറപ്പായിട്ടും A+ ഉറപ്പിക്കാം. അതായത് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഈ വെയിറ്റേജ് പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയാ? ചില മോഡൽ എക്സാമിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയി ടോപ്പിക് പഠിച്ച് കഴിയണമെന്നില്ല. പക്ഷെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണം. 60 കിട്ടുകയും വേണം. ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് അത്ര ടഫ് ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഹൈഡ്രോ കാർബണോ അല്ലെങ്കിൽ ഓർഗാനിക്കോ ഏതെങ്കിലും ഒരു ചാപ്റ്ററും റിഡോക്സും കൂടി ഒന്ന് ഒഴിവാക്കി നിർത്താം. എന്നിട്ട് അത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു ഹോളിഡേയ്സിൽ നമുക്ക് പഠിക്കാം അല്ലെ? പക്ഷേ ഹൈഡ്രോ കാർബണും ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിളും ഞാൻ ഒഴിവാക്കണം എന്ന് പറയില്ല. കാരണം എനിക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. നിങ്ങൾ വേണമെങ്കിൽ റിഡോക്സ് ഒഴിവാക്കിയോ, ഇക്വിലിബ്രിയം ഒഴിവാക്കിയോ. പക്ഷേ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് മാത്രമാണ്. പബ്ലിക് എക്സാമിന് നമ്മൾ തൽക്കാലം നമുക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് പബ്ലിക് എക്സാമിന് അത് പഠിക്കാൻ നമ്മളൊക്കെ റെഡി അല്ലേ? അപ്പൊ ബുദ്ധിപരമായിട്ട് റിവൈസ് ചെയ്യാൻ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക, കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതുക. ഞാൻ പഠിച്ചത് എക്സാമിന് ചോദിക്കുള്ളൂ എന്നുള്ള ഒരു 100% കോൺഫിഡൻസ് ഉണ്ടാവണം എക്സാം ഹാളിൽ കയറുന്നേരം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.